സിദ്ദിഖാപ്പനെ വലിച്ചുകീറി ഭിത്തിയിലൊട്ടിച്ച് ടി.പി. സെൻകുമാർ. മാധ്യമപ്രവർത്തനത്തിന്റെ ലേബലിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന സിദ്ദിഖാപ്പനെ വലിച്ചുകീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സെൻകുമാർ. തീവ്രവാദി എന്നല്ലാതെ മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കാപ്പന്റെ കോപ്പല്ല എന്റെ കോമൺ സെൻസ്. ഏത് വ്യാജവേഷം കെട്ടിയാലും ഭാരതത്തെ പല രീതിയിൽ തകർക്കാൻ നടക്കുന്ന ഏവനും ഭീകരവാദി തന്നെ എന്ന് ടി.പി. സെൻകുമാർ കുറിക്കുന്നു. ഏതിന്റെ പത്രപ്രവർത്തകനാണാവോ? ഫേസ്ബുക്ക് പോസ്റ്റിൽ കാപ്പനെ പരിഹസിച്ച സെൻകുമാർ. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകരരുമായി ചാറ്റ് ചെയ്ത് വിവരങ്ങൾ കൈമാറിയതിന് മഹാരാഷ്ട്ര ATS UAPA ചുമത്തി ജയിലിലടച്ച റിജാസിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിദ്ദിഖാപ്പന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രതിഷേധ യോഗം നടത്തിയത്. ഇതിനെതിരെ പോലീസ് കേസുമെടുത്തിട്ടുണ്ട്. UAPA കേസ് പ്രതി സിദ്ദിഖാപ്പൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നതെന്ന് സെൻകുമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. BJP ആസ്ഥാനത്തെ ചിലർ കാപ്പനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന ആക്ഷേപവും സെൻകുമാർ ഉന്നയിച്ചു. BJP ആസ്ഥാനത്തെ കാപ്പന്റെ ചങ്ങാതി ആര് എന്ന സെൻകുമാർ പേര് പറഞ്ഞില്ല എങ്കിലും കാപ്പന്റെ പേര് വെളിപ്പെടുത്തിയാണ് സെൻകുമാർ പ്രതികരിച്ചത്. BJP മീഡിയ കൺവീനർ സന്ദീപ് സോമനാഥും താനും ഡൽഹിയിൽ ഒരുമിച്ച് മാധ്യമപ്രവർത്തനം നടത്തിയ സുഹൃത്തുക്കളാണ് എന്നും സെൻകുമാറിന്റെ പരാമർശം നിലവാരമില്ലാത്തതാണ് എന്നും കാപ്പൻ ഒരു ചാനലിനോട് പറഞ്ഞിരുന്നു. സെൻകുമാറിന്റെ കോമൺ സെൻസ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും കാപ്പൻ തിരിച്ചടിച്ചു. ഇതിനുള്ള മറുപടിയായാണ് സെൻകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാപ്പനെ എടുത്തിട്ട് അലക്കിയത്. രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നവൻ തീവ്രവാദി. രാഷ്ട്രത്തിനെതിരെ, രാഷ്ട്രത്തിലെ മനുഷ്യനെതിരെ ബോംബ് ഉണ്ടാക്കുന്നതും ആക്രമിക്കുന്നതും അതുപോലെ ഈ രാഷ്ട്രം ഇല്ലാതാക്കി മറ്റൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള ശ്രമത്തിനും മാത്രം ശ്രദ്ധിച്ച് അതിനുവേണ്ടി എന്തും ചെയ്യുന്ന അവന്റെ പേര് തീവ്രവാദി. വെട്ടിക്കൊല്ലുന്നതും തീയിട്ട് കത്തിക്കുന്നതും ലവ് ജിഹാദ് നടത്തുന്നവനും തീവ്രവാദി. രാഷ്ട്രശത്രുവിനെ സ്വന്തമായി കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ, മുണ്ടുപൊക്കി നോക്കി കൊല്ലുന്നവൻ, ഇവരെല്ലാം തീവ്രവാദികൾ. അദ്ദേഹം തീവ്രവാദികളെ കുറിച്ചുള്ള ഡെഫിനിഷൻ, നിർവചനം എന്താണ് എന്ന് വളരെ വ്യക്തമായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കുറിച്ചിട്ടുണ്ട്. നാഗ്പൂരിലെ ഹോട്ടലിൽ നിന്നാണ് റിജാസിനെയും നിയമവിദ്യാർത്ഥിനിയായ സുഹൃത്ത് ഉഷാകുമാരിയെയും അറസ്റ്റ് ചെയ്തത്. സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചു. 11-ന് റിജാസിനെ എറണാകുളത്തെ വസതിയിൽ ATS പരിശോധന നടത്തുകയും 15-ന് UAPA ചുമത്തുകയും ചെയ്തിരുന്നു. സർക്കാരിനെതിരെ യുദ്ധം ചെയ്യൽ, കലാപാഹ്വാനം എന്നിവയാണ് റിജാസിനെതിരെ പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ. CPI മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയെന്ന ആരോപണവും FIR-ൽ ഉണ്ടായിരുന്നു. കേരളത്തിലും റിജാസിനെതിരെ കേസുണ്ട്. പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം റിജാസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാനുള്ള നീക്കവും നടത്തിയിരുന്നു. പനമ്പള്ളി നഗറിലാണ് റാലി നടത്താൻ തീരുമാനിച്ചിരുന്നത്. അവിടെയും പോലീസ് ഇടപെടുകയും റിജാസിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നതായാണ് വിവരം. റിജാസിനെതിരെ മഹാരാഷ്ട്ര പോലീസ് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ വിവരങ്ങളാണുള്ളത്. നിരോധിത ഭീകര സംഘടനകളായ ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്നിവരുമായും റിജാസിന്റെ ബന്ധം ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.